പക്ഷേ കർത്താവ് ആരെയൊക്കെയോ ചില ഉള്ളങ്ങളെ ഇന്ന് കാണുന്നു. അവരോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണത്. 2 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 39-ാം വാക്യവും, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യവും, 1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 30-ാം വാക്യവും, മറ്റൊരാൾ 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു പോകാം. ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും. 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 39-ാം വാക്യമാണ് വായിക്കുന്നത്. ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ബലഹീനനാകുന്നു. ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ഞാൻ ആരാ? ബലഹീനനാകുന്നു. ഞാൻ ബലഹീനനാകുന്നു. സെരൂയയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാരത്രേ. ദുഷ്ടത പ്രവർത്തിച്ചവൻ അവന്റെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം യഹോവ പകരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകാൻ തന്നെ. 1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. രാജാഭിഷേകമുള്ള നീ ഇന്ന് ബലഹീനനായി നിൽക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവി പകലിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. റൈബന സരത്തലാദന, മാറത്ത് പൊൻകച്ച കിട്ടിയ ഒരു പൊന്നു കർത്താവ്, വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവൻ, ബലഹീനതയോടെ ഭാരപ്പെട്ട് മനസ്സ് കലങ്ങി അടുത്ത ചുവട്ടടി എങ്ങനെ വെക്കണമെന്ന് അറിയാതെ തളർന്ന ചിലരോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങി യേശുവിന്റെ നാമത്തിൽ. ഓൺലൈനിൽ ഈ ആരാധന അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഈ പകൽ പരിശുദ്ധാത്മാവ് തൊടുന്നൊരു പകലാണ്. രക്തത്താൽ ചില മണ്ഡലങ്ങളെ ഇന്ന് സ്പർശനമുണ്ടാകട്ടെ. അത് ദൈവ സാന്നിധ്യത്തിന്റെ സ്പർശനമാക്കി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് ആള് മാറിയവരെ പോലെ ബലം ധരിക്കപ്പെട്ടവരായി ക്ഷീണിച്ചു പോയ, തളർന്നു പോയ, കുനിഞ്ഞിരിക്കുന്ന, മടുത്തിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന, തളർന്നിരിക്കുന്ന, അടുത്ത ചുവട്ടടി എങ്ങനെ വെക്കണമെന്നറിയാതെ ഹൃദയത്തിൽ ആകുല ചിന്തയും ഭയവും അലട്ടുന്ന ചിലരോട് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. അക്ഷ രാജ, ഹസ്ത രാജ, അമ്പലഘടക, ധൂരകരഞ്ജ, അർഗലഘടക, ശൈധാര, ജസിയ, യേശുവിന്റെ നാമത്തില് പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കൃപ പകർന്നാട്ടെ, ബലം പകർന്നാട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. പഴയ നിയമത്തിൽ 2 വിധത്തിലുള്ള പ്രിയപ്പെട്ടവർക്കായിരുന്നു പ്രധാനമായിട്ട് അഭിഷേകം കൊടുത്തിരുന്നത്, അഥവാ അഭിഷേക തൈലം അവരുടെ മേൽ ഉപയോഗിച്ചത്. ഒന്നാമത്തെ കൂട്ടർ രാജാവാണ്, മറ്റത് പുരോഹിതനാണ്. അതിപ്രധാനപ്പെട്ട 2 അഭിഷേക മേഖലകളാണുള്ളത്. രാജാവിനെ അഭിഷേകം ചെയ്യുന്നതും പുരോഹിതനെ അഭിഷേകം ചെയ്യുന്നതുമാണ് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ. അതിൽ തന്നെ ഈ അഭിഷേകത്തിൻ്റെ കാര്യം പറയുമ്പോൾ അഭിഷേകം അഥവാ രാജാഭിഷേകവും പൗരോഹിത്യാഭിഷേകവും, ഇതിന് ദൈവം ചില പ്രമാണം വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇതുണ്ടാക്കണം? അഭിഷേക കൂട്ട്. പുറപ്പാട് പുസ്തകം ഒന്ന് എടുക്കുക. 30-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്നാൽ മേൽത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കെൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ശേക്കെൽ. തൈലാഭിഷേകത്തിനുള്ള
മുതൽക്കൂട്ടുണ്ടാക്കാൻ യഹോവയായ ദൈവം പ്രത്യേകം പ്രമാണം കൊടുത്തു. ആ പ്രമാണം ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതുപോലെ മേടിക്കാനും വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെയല്ല. അതിന് ദൈവം ചില കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എല്ലാ തൈലവും ഉണ്ടാക്കുന്നത് പോലെ ഇതുണ്ടാക്കാൻ പറ്റത്തില്ല. ഇതിനു വേണ്ടി ദൈവം പ്രത്യേക അളവ് പറഞ്ഞ് ക്രമീകരിച്ചിരിക്കുക. എങ്ങനെ? അത് 500 ഷേക്കൽ അയഞ്ഞ മൂര്, 250 ഷേക്കൽ സുഗന്ധ ലവംഗവും, 500 ഷേക്കൽ വീണ്ടും 500 ഷേക്കൽ വഴനത്തൊലിയും, 1 ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യ പ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലം ആക്കേണം. ഇത് ഇത്രയും കാര്യം ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞ പേര് മാറി. തൈലമല്ലിത്, വിശുദ്ധ തൈലം. സ്തോത്രം. അപ്പൊ ദൈവം അങ്ങനെ ഒരു പ്രമാണം കൊടുത്താണ് രാജകീയ പൗരോഹിത്യപരമായ അഭിഷേകത്തിനായി വേർതിരിച്ച്, അഭിഷേക തൈലം ഒഴിച്ച് വേർതിരിച്ച് അവരെ ആ ശുശ്രൂഷയിലേക്ക്, ആ മിനിസ്ട്രിയിലേക്ക് മാറ്റുന്നത്. ആട്ടെ, ഒരാൾക്ക് തോന്നുക ഇതേൽ ഇച്ചിരി ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ തലയിലും കൂടെ ഒഴിച്ചാലോ, അല്ല ഞങ്ങളുടെ വീട്ടിൽപ്പെട്ട എല്ലാവരുടെയും തലയെ കുറച്ചങ്ങ് ഒഴിച്ചു വിട്ടാലോ? പറ്റത്തില്ല. അതിനാ പാസ്റ്ററെ ഉണ്ടാക്കിയ ഉണ്ടാകത്തില്ലേ? തമ്പുരാൻ പറഞ്ഞേക്കൊന്നും പറ്റത്തില്ലെന്ന്. വായിച്ചേ, 30-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം മുതൽ. അവ അതിവിശുദ്ധമായി ഇരിക്കേണ്ടതിന് ഇത് അതിവിശുദ്ധമാണ്, അവയെ ശുദ്ധീകരിക്കണം. അടുത്തത് അവയെ തൊടുന്നവനൊക്കെയും ഇതെല്ലാവർക്കും കയറി അങ്ങ് തൊടാനും പറ്റിയല്ല. ഇതുണ്ടാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ അതിപരിശുദ്ധ തൈലം ഇതെല്ലാം എല്ലാവർക്കും തൊടാൻ പറ്റിയല്ല. ഞാൻ ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അടുത്തത്, പിന്നെ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടതെന്തെന്നാൽ, ഇനി ഒരു കാര്യം ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടതെന്തെന്നാൽ, ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലമായി, ഇത് തലമുറയായി വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഇതെല്ലാവരുടെയും ദേഹത്ത് ഒഴിക്കാനുള്ളതല്ല. അതിന്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. ഇതുപോലെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിലും കുറച്ചുണ്ടാക്കാൻ ഞാനും ഒഴിക്കാൻ പോവാ. പറ്റത്തില്ലെന്ന്. അതിനാ വാങ്ങാൻ കിട്ടത്തില്ലേ? സാധനം കിട്ടും, കാശ് കൊടുത്താൽ കിട്ടും. ഇത് അല്ലേ അവരവരുടെ വീട്ടിൽ ചിലപ്പോൾ ഇത് കണ്ടേക്കാം, ഇതിനുള്ള സംവിധാനമൊക്കെ. പക്ഷെ അത് പറ്റത്തില്ല. അത് വിശുദ്ധമാകുന്നു. ഇത് വിശുദ്ധമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്ന, ഇത് ആരെങ്കിലും സ്വയം ഉണ്ടാക്കിയാൽ, ഇതാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ഇത് കണ്ടിട്ടേ ഒരാൾക്കൊരാഗ്രഹം തോന്നി, പുതിയ നിയമത്തിൽ എനിക്കും കൂടെ കൈവച്ചാൽ എന്ത് വേണം? വേണം. ആഗ്രഹം അകത്ത് കയറി. പുള്ളിക്കാരൻ വെറും കൈയോടെയല്ല വന്നതും. എനിക്ക് തോന്നുന്നു ആ കാലത്ത് മിക്കവാറും ഒക്കെ കൊടുത്തു വാങ്ങുന്ന പല പരിപാടിയും ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ ഇദ്ദേഹം കുറെ കീശയിലോ പേഴ്സിലോ ബാഗിലോ ഒക്കെ കരുതിയാ വന്നേക്കുന്നേ. പക്ഷെ വെളിപ്പാടുള്ളവൻ പറഞ്ഞു ഇത് കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല, നിന്റെ ദ്രവ്യം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അങ്ങനെ ഇതിന് ദൈവം ചില പ്രമാണവും വിശുദ്ധിയും വേർപാടും ഒക്കെ വെച്ചിട്ടുണ്ട്. വിശ്വാസ ജീവിത യാത്രയിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന നമ്മൾ ആരാന്നറിയാമോ? രാജകീയ പുരോഹിത വർഗമാ. രാജകീയ പുരോഹിത വർഗം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, സ്നാനപ്പെട്ട ദൈവമക്കൾ, വേർപാടും വിശുദ്ധിയും പാലിച്ചിറങ്ങിയ ദൈവമക്കൾ രാജകീയ പുരോഹിത വർഗമാ. നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരഭിഷേകവും മുദ്രയും ഉണ്ടെങ്കിൽ നീ ആ വ്യവസ്ഥയും വിശുദ്ധിയും പ്രമാണവും പാലിച്ചു വേണം ജീവിക്കാൻ.
അതിന് വിളിക്കപ്പെട്ടവനാണ്, വേർതിരിക്കപ്പെട്ടവനാണ് എന്ന ഉത്തമമായ ബോധ്യം ഹൃദയന്തർഭാഗത്ത് വേണം. വായിച്ചായിരുന്നോ 32 വാക്യം മുതൽ? ഒന്നുകൂടെ വായിച്ചേ, 32 വാക്യം. അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, ഇസ്രായേൽ സഭയുടെ മുഴുവൻ തലയിലും കൊണ്ട് ഒഴിക്കാനുണ്ടാക്കിയതല്ലെന്ന്. ഇതൊരു രാജകീയ അഭിഷേകത്തിന് വേണ്ടിയും പൗരോഹിത്യ അഭിഷേകത്തിന് വേണ്ടിയും ദൈവം പ്രത്യേകം വേർതിരിച്ച് അതിൻ്റെ കൂട്ടും ക്രമവും ദൈവം പറഞ്ഞതനുസരിച്ച് മാത്രം ചെയ്തൊരുക്കുന്നതാ. പിന്നെ അടുത്തത് വേഗം വായിച്ചു പോവാം. അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. ഇതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. വിശുദ്ധമാകുന്നു. ഇത് വിശുദ്ധമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ഇത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും ഒന്നും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കിയെടുത്തുനിന്ന് വാങ്ങാൻ പോയാൽ അവനെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇത് പ്രത്യേകം പറഞ്ഞ് ക്രമപ്പെടുത്തി ചിലയിടത്തുണ്ടല്ലോ. അവിടെ ചെന്ന് പുറകിൽ കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങാന്ന് വിചാരിച്ച അവനെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. പഴയ നിയമത്തിൽ തൈലാഭിഷേകം, വിശുദ്ധ തൈലാഭിഷേകത്തിന് ദൈവം വെച്ച ചില പ്രത്യേകതയും വ്യവസ്ഥയും വിശുദ്ധിയും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു കർത്താവിന്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ പൈതലെ, തന്റെ സഭയെന്ന മണവാട്ടിയാണ് ഞാനും നീയും എന്ന തിരിച്ചറിവോടെ ആമേൻ കർത്താവിനായി വേളി കഴിപ്പാൻ വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഗണമാണ് നാം. ആഴ്ചയുടെ 6 ദിവസം ബോധിച്ച വഴിയെ നടന്ന്, ബോധിച്ചതൊക്കെ ചെയ്ത്, ബോധിച്ചതൊക്കെ കണ്ട്, ബോധിച്ച പോലെ പറഞ്ഞ്, ഞായറാഴ്ച വന്ന് കയ്യും കൊട്ടി ഓഫറിംഗും ഇട്ട് തിരുമേശയും ഭക്ഷിച്ചു പോയാൽ വിശുദ്ധമാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. ഇതിനൊരു പ്രമാണമുണ്ടെന്ന്, ഇതിന് ദൈവം ചില വ്യവസ്ഥ വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പ്രത്യേകം ദൈവം വെച്ച വ്യവസ്ഥയാൽ രാജകീയ അഭിഷേകം തലയിൽ വീണ ആളാ ദാവീദ്. അങ്ങനെ രാജകീയ അഭിഷേകത്താൽ രാജാവായി വേർതിരിക്കപ്പെട്ടയാള്. 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ വന്നപ്പം ആള് പറയാ, ഇപ്പൊ ഞാൻ എങ്ങനെ ഇരിക്കുന്നേ, ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചേ. ഞാനേ അഭിഷേകം മോശമായിട്ടല്ല ഇപ്പോഴത്തെ കുഴച്ചില്. ഹലോ, ചിലർ പറയത്തില്ല ആള് രക്ഷിക്കപ്പെട്ടത് അല്ലെന്നേ. അവിടെ ഒന്നും അല്ല. വചനത്തിന്റെ പ്രമാണത്തെ കാത്തു സൂക്ഷിക്കേണ്ട പോലെ കാത്തു സൂക്ഷിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയാതെ, ദൈവവചനത്തിന് മുമ്പിൽ തന്നെത്താൻ കണ്ടുണരാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ജീവിതയാത്ര ക്രമീകരിക്കാൻ കഴിയാതെ അവൻ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് നീ ബലഹീനനായി പോകുന്നത്, നിന്റെ ബലം ക്ഷയിച്ചു പോകുന്നത്, നിന്റെ ശക്തി ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് യഥാസ്ഥാനപ്പെടുക. ഇവിടെ പരിശുദ്ധാത്മാവ് ദാവീദിനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുക, ഞാൻ ഇപ്പോഴെന്തായിരിക്കുക, ഇന്ന് ഈ ബലഹീനതയുടെ പുറകിൽ ഒരു കാരണമുണ്ട്. ഇത് പുറത്തെ യുദ്ധമല്ല, ഇത് അകത്തെ യുദ്ധമാണ്. ദാവീദിനെ കുറ്റപ്പെടുത്തി ആൾക്കാർ സംശയദൃഷ്ടിയോടെ കണ്ടുകൊണ്ടിരുന്ന ചില ദിവസങ്ങൾ, അതിൻ്റെ പുറകിൽ സംഭവിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ ആ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. സമയക്കുറവുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ നേരിട്ട അതിവേദനയുടെ നടുവിൽ രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ രാജാവാ, തൻ്റെ തിരുവായ്ക്ക് എതിർവായില്ല. പക്ഷെ ഇപ്പൊ ബലഹീനനെ പോലെ ദാവീദ് കുറ്റപ്പെടുത്തലുകളുടെ നടുവിൽ ഒറ്റപ്പെട്ട് മനസ്സ് കലങ്ങിയിരിക്കുന്ന ദാവീദ് ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധിയുടെ നടുവിൽ തൻ്റെ മനസ്സ് കലങ്ങി തളർന്ന് മുൻപോട്ട് പോകാൻ കഴിയാതെ വല്ലാതെ ഭാരപ്പെടുന്ന ദാവീദിനെയാണ് നമുക്ക് ഈ പാരഗ്രാഫിൽ കണ്ടെത്താൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയാം. ജീവിതത്തിൽ മാനസിക ഭാരം നിമിത്തം മുൻപോട്ട് പോകാൻ കഴിയാത്ത ദാവീദിനെ ഇവിടെ
തെറ്റിദ്ധരിച്ചു എന്നാ പറയി കൊടുത്തിരിക്കുന്നത്. ദാവീദ് തെറ്റിദ്ധരിക്കപ്പെട്ടു. ആമേൻ. ദാവീദിന്റെ അറിവോടുകൂടെ ആമേൻ ചില കുലപാതകങ്ങൾ അവിടെ നടന്നിരിക്കുന്നു. ചിലരുടെ ജീവൻ അപായം സംഭവിച്ചിരിക്കുന്നു. അതിന്മേൽ ദാവീദിന്റെ അറിവ് ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് അധികാരം കയ്യിലുള്ള ദാവീദ് ബലഹീനനായി നിൽക്കുമ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരുന്നിടം വരെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ആമേൻ അവഗണിക്കപ്പെട്ടും അപഹരിക്കപ്പെട്ടും വേദനപ്പെട്ടും കഴിയുന്ന ഒരു ദാവീദിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിൽ ലോകം നിനക്ക് തരുന്ന ചില ലേബലുകളുണ്ട്. നിന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. അത് നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് പകൽ വചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിതം കാത്തു സൂക്ഷിച്ച് ദൈവത്തോടും മനുഷ്യരോടും പ്രാഗൽഭ്യമുള്ളൊരു മനസാക്ഷി നിനക്കുണ്ടെങ്കിൽ ഈ പകൽ ദൈവാത്മാവ് പറയുക, നിന്നെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആകെ ഭാരപ്പെട്ട് ആകെ തളർന്ന് വല്ലാതെ മനസ്സ് കലങ്ങി ദാവീദ് ജീവിതത്തിൽ ഒരു സാധാരണക്കാരനെ പോലെയായി. അതുകൊണ്ടാണ് എഴുതിയത്, ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു? ബലഹീനനായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്നലകളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പലര്, ഇന്നലകളിൽ ദൈവസന്നിധിയിൽ വിഷയങ്ങളെ ആത്മാവിൽ കൈകാര്യം ചെയ്ത ചിലര്, ആമൻ, പോരാട്ടങ്ങളെ ജയിക്കാൻ കൃപയോടെ ചുവടുവെച്ച ചിലര്, മുൻപോട്ട് പോകാൻ കഴിയാതെ തളർന്ന് ഭാരപ്പെട്ട് അടുത്ത ചുവട്ടടി എങ്ങനെ വെക്കണമെന്നറിയാതെ വല്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, നിന്നെ വിളിച്ച ദൈവം, നിന്നെ വേർതിരിച്ച ദൈവം, നിന്നെ തിരഞ്ഞെടുത്ത ദൈവം, അവൻ വിശ്വസ്തനാണ്. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആ ഭാഗം ഓർപ്പിക്കുക. 3-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം മുതൽ എന്ന് വായിച്ചേ. 37-ാം വാക്യം മുതൽ. നേരിന്റെ പുത്രന്മാരായ അബ്നേരിനെ കൊന്നത് രാജാവിന്റെ അറിവോടെ അല്ല എന്ന്. അതാ ഞാൻ പറഞ്ഞത്, രാജാവിന്റെ അറിവോടെ അല്ല അബ്നേരിന്റെ മരണം. ഇസ്രായേൽ മുഴുവൻ ഒരു പറച്ചിലായി. ദാവീദിന്റെയും കൂടെ അറിവോടെയാണ് അബ്നേരിനെ യോവാബ് കൊന്നത്. അതിന്റെ പുറകിൽ ചലിച്ച കരം യോവാബിന്റെയാണ്. യോവാബിന്റെ അറിവും ആലോചനയും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് ഒരു വലിയ മരണം അവിടെ നടത്തി, കൊലപാതകം അവിടെ നടത്തി. പക്ഷെ സമൂഹം അറിഞ്ഞിരിക്കുന്നത് ഇതിന്റെ പുറകിൽ ആരാ? ചിലർക്ക് അങ്ങനെ എതിലെ പോയാലും പഴിദോഷം വരും. എത്ര നന്മ ചെയ്താലും പഴിദോഷം വരും, പരിഹാസം വരും. എത്ര നന്നായി കാര്യങ്ങൾക്ക് ചുവട് വെച്ചാലും ആരെങ്കിലുമൊക്കെ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു 4 അപവാദം പറഞ്ഞ് പരിഹസിച്ച് ഭാരപ്പെടുത്താൻ ശ്രമിക്കും. ഈ കല്ല് മുഴുവൻ വന്ന് കൊള്ളുന്നത് ചിലപ്പോൾ അവരുടെ ജീവിതത്തിലാണ്. ഇന്ന് പകൽ ജീവിതത്തിൽ മനസ്സറിയാത്ത ചില നൊമ്പരങ്ങൾ വല്ലായ്മപ്പെടുത്തി ഭാരപ്പെട്ട് ബലം നഷ്ടപ്പെട്ട്, ആരാ നോർക്കണേ? രാജാവാ. സാധാരണയിൽ സാധാരണക്കാരനെ പോലെ, ഒന്നും ചെയ്യാൻ കഴിയാതെ സാധാരണക്കാരനെ പോലെ നിൽക്കുന്ന ദാവീദ് അതാ ഇവിടെ പറഞ്ഞത്, ഞാന് തലമേൽ രാജാഭിഷേകമുണ്ട്, പക്ഷേ ഞാൻ ബലഹീനനായിരിക്കുകയാ. ചില സമയങ്ങളിൽ നിസ്സഹായതയാൽ മുൻപോട്ട് പോകാൻ കഴിയാതെ നിന്റെ കുടുംബം അഭിമുഖിക്കുന്ന അതിവേദന, നീ അനുഭവിക്കുന്ന അതിവേദന, എങ്ങനെ അടുത്ത ചുവട്ടടി മുൻപോട്ട് വെക്കണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ചിലർ യേശുവിന്റെ നാമത്തിൽ പുറമെ കാണുന്നവർക്ക് അറിയാൻ കഴിയാത്ത ചില നൊമ്പരങ്ങൾ, പുറമെ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില അതിവേദനകൾ, മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ചില അപവാദങ്ങൾ, അത് നിന്റെ മേൽ കെട്ടിവയ്ക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഓർപ്പിക്കുക, വിളിച്ച ദൈവമുണ്ട് കേട്ടോ.
ആമേൻ. നിന്നെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ദാവീദിനോട് ചോദിയിര്, അപ്പന്റെ ആടുകളെ മേയിച്ച കാട്ടിൽ നടന്നവനാ ഞാന്. ജീവിതത്തിൽ ഒരിക്കലും സിംഹാസനം ആഗ്രഹിച്ചിട്ടില്ല, രാജകീയ പദവി ആഗ്രഹിച്ചിട്ടില്ല. അതിനുള്ള ഒരു ക്വാളിറ്റിയും എനിക്കോ എന്റെ കുടുംബത്തിനോ ഇല്ല. പക്ഷെ കാട്ടിൽ കടന്ന എന്നെ നാട്ടിൽ വിളിച്ചു വരുത്തി എന്റെ മേൽ പകർന്നൊരു തൈലാഭിഷേകം, അതിന്റെ പേര് രാജകീയ അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഇവിടെ ഇരിക്കുന്ന ചില ദൈവമക്കളോട് പറയുക, ജീവിത സാഹചര്യത്തിൽ വല്ലായ്മപ്പെട്ട ചില മുറിവുകളും നൊമ്പരങ്ങളും, എന്താ ഞാൻ ഇങ്ങനെയായത്, എന്റെ കുടുംബം ഇങ്ങനെയായത്, വിവിധ നിലയിലുള്ള പ്രതിസന്ധിയാൽ വല്ലാതെ ഞരങ്ങി ഭാരപ്പെട്ട് അടുത്ത ചുവട്ടടി എങ്ങനെ മുൻപോട്ട് വയ്ക്കണം എന്നറിയാതെ ഭാരപ്പെടുന്നെങ്കിൽ ദൈവാത്മാവ് പറയുക, വിടിവിപ്പാൻ കഴിയുന്നവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. സഹായിപ്പാൻ കഴിവുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. നിന്നെ ബലഹീനനാക്കി അയക്കുന്നൊരു ദൈവമല്ല എന്റെ ദൈവം. സ്തോത്രം, സ്തോത്രം. വായിക്കാൻ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. ആ പ്രവാചകനായ യെശയ്യാവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജനനത്തിന് മുന്നമേ മാനവജാതിയുടെ മുഴുവൻ പാപത്തെയും ചുമന്ന് സകല ബലഹീനതകളെയും എടുത്ത്, അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? ഇന്ന് പകൽ ഇവിടെ ബലഹീനതകളിൽ ഭാരപ്പെടുന്ന, ബലമില്ലാതിരിക്കുന്ന ചിലരോട് യേശുവിന്റെ നാമത്തിൽ എൻ്റെ കർത്താവ് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവം, ഇതിലെ ബലമില്ലാതെ നീ ആയിരിക്കുന്നെങ്കിൽ, അടുത്ത ചുവട്ടടി എങ്ങനെ വെക്കണമെന്നറിയാതെ നീ ഭാരപ്പെടുന്നെങ്കിൽ, ആമേൻ, അടുത്ത വചനം ശ്രദ്ധിച്ച ചില വ്യാധികളെ അവൻ എന്ത് ചെയ്തിരിക്കുക? രോഗത്താൽ ഭാരപ്പെടുന്ന ചിലർ ഓൺലൈനിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ രോഗം ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞത്, നിങ്ങൾക്കുള്ള ഭാരം നിങ്ങളുടെ മേൽ അലട്ടിയപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്. എന്നാൽ അതിനു മുന്നമേ നീ ജനിക്കുന്നതിന് മുൻപ്, നീ ഉരുവാകുന്നതിന് മുൻപ്, അല്ല ലോകസ്ഥാപനത്തിന് മുൻപേ യെശയ്യാ പ്രവാചകൻ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങൾ നീ ഉളവാകുന്നതിന് മുൻപ് ദൈവം അരുളി ചെയ്തിട്ടുള്ളതാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വായിച്ചാട്ടെ, ആത്മാവിലൊന്ന് സ്തുതിച്ചാട്ടെ. അല്പസമയം ആ കരങ്ങളെല്ലാം ഒന്ന് തട്ടി എന്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, യേശുവിന്റെ നാമത്തിൽ എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പ്രസംഗം കൊണ്ട് ഇന്ന് പകൽ ഇവിടുന്ന് മടങ്ങരുത്. ഒരു പ്രസംഗം കേട്ട് മടങ്ങരുത്. ഇന്ന് പകൽ യേശു കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, നമ്മുടെ വേദനകളെ ചുമന്നവൻ, അവന്റെ അടിപ്പിണരാൽ എനിക്കും നിനക്കുമുള്ള സൗഖ്യം. ആരാധിച്ചാട്ടെ, ആത്മാവിലൊന്ന് സ്തുതിച്ചേ. അല്പസമയം കർത്താവിനെ കരങ്ങൾ രണ്ടും തട്ടി ഇന്ന് പകൽ ദൈവത്തിന്റെ സൗഖ്യം ഏറ്റെടുത്താട്ടെ, അവന്റെ വചനമൊന്ന് ഏറ്റെടുത്താട്ടെ, അവന്റെ വാഗ്ദത്തമൊന്ന് ഏറ്റെടുത്താട്ടെ. അക്ഷാരാജ, ഹൗഡാരാജ, അന്തരബാര, ചൂടക്കടക, അർദ്ധലഘടക, ശൈധാരാജ, അർദ്ധല ധുര ധഗന ഘടകസിയ, ഹത്തന ജന ശകൽക്കട, അർദ്ധര ജല ജഡ രഹസ്യ. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് പറയുക, നീ ജനിക്കുന്നതിന് മുൻപ്, നീ ഉളവാകുന്നതിന് മുൻപ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് എന്നെ കണ്ടവനായ എന്റെ കർത്താവ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നെ കണ്ട എന്റെ കർത്താവ്, അവൻ എന്റെ സകല വേദനകളും എന്റെ മുഴുവൻ നൊമ്പരങ്ങളും അവൻ ഏറ്റെടുത്തിരിക്കുന്നവനാ. രക്തത്താല് 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 രക്തത്താല്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എന്റെ ശരീരം എന്താ ഇങ്ങനെ? എന്റെ വീട്ടിലെന്താ ഇങ്ങനെ? എന്റെ കുടുംബത്തിലെന്താ ഇങ്ങനെ? ആരെങ്കിലും ചോദ്യങ്ങൾ ഉയർത്തുന്നെങ്കിൽ ആത്മാവ് വിളിച്ചു പറയുക, അത് മുഴുവൻ എടുത്തവൻ. കാൽവറിയിലെ യേശു കർത്താവിന്റെ ക്രൂശ് മരണം നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ലെന്ന്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നിരന്തരം വായിക്കുന്നു. എന്താ വായിക്കുന്നേ? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, നമ്മുടെ വേദനകളെ എന്ത് ചെയ്തെന്ന അവൻ ചുമന്നു. ഇന്ന് പകൽ വേദന
വേദന ചുമന്നവൻ. പ്രവാചകനായ യെശയ്യാവ് യേശുക്രിസ്തു ജനിക്കുന്നതിന് 400-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ആത്മാവിന്റെ പ്രവചന ദൂതെന്ന പോലെ വിളിച്ചു പറയുക, ഒരുവൻ വരാൻ പോകുന്നുണ്ട്. അവൻ വന്നാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുൾപ്പെടെ സകലരോടും, ഹെബ്രോൻ സഭാ ഹാളിൽ ഇരിക്കുന്ന മുഴുവൻ പേരോടും, ഈ ഓൺലൈനിൽ എന്നെ വീക്ഷിക്കുന്നവരോട്, നാളെ യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്നവരോട് ദൈവാത്മാവിൽ ഞാൻ പറയാ, എന്റെ പ്രിയ സഹോദര, എന്റെ പ്രിയ സഹോദരി, നിന്റെ രോഗത്തെ അവൻ ചുമന്നു കഴിഞ്ഞവനാണ്. സകല രോഗങ്ങളെയും ചുമന്നവൻ. ആരാ ഇന്ന് ബലഹീനനായിട്ട് ഇവിടെ വന്നേക്കുന്നേ? എനിക്ക് മുമ്പോട്ട് പോകാൻ വയ്യ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ ജീവിതത്തിൽ അടുത്ത ചുവട്ടടി വെക്കണമെന്ന് അറിയത്തില്ല. ആമേൻ. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞ പദം, ആദ്യത്തെ പദം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ആദ്യത്തെ പദം, എല്ലാ ബലഹീനതയും ഇന്ന് പകൽക്കാലം ബലമില്ലാതെ ആയ ചില വിഷയങ്ങളുടെ നടുവിൽ ചുവട്ടടി ഭാരം ചുമക്കുന്ന ചിലർ. കർത്താവിന്റെ ആത്മാവിനോട് ആ വചനം പറഞ്ഞ ഇങ്ങനെയാ. അതിനാ കർത്താവ് പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ. ഇന്ന് പകൽ യേശു കർത്താവ് വിളിക്കുക, ചില ഹൃദയങ്ങളെ വിളിക്കുക. ഈ ഭാരം ചുമ്മി എത്ര നാളായി ഇനി ആൻറ്റി മുമ്പോട്ട് പോകുന്നേ? എത്ര നാൾ അമ്മാമ്മ ഈ ഭാരവും ചുമ്മി യാത്ര ചെയ്യുന്നേ? എൻ്റെ പ്രിയ കുഞ്ഞെ, എങ്ങനെയായി ഭാരവും ചുമ്മി പോകുന്നേ? ഇന്ന് പകൽ അത് ഇറക്കി വെക്കാനൊന്ന് ശീലിക്ക്. ആരുടെ മേലാ ഇറക്കുന്നതെന്ന് ഉറപ്പ് പ്രാപിര്. പാസ്റ്റർ ഡൊമിനിക്കിന്റെ കയ്യിലല്ല, ഹെബ്രോൻ സഭയുടെ കമ്മിറ്റിയുടെ മുൻപിലല്ല, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതാപിതാക്കളുടെ കയ്യിലല്ല. നിങ്ങളുടെ ഭാരം ഇറക്കാൻ കൊള്ളാവുന്ന ഒരിടമുണ്ട്. അതെന്റെ വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവാണ്. അവന്റെ മേൽ നിന്റെ ഭാരം ഇറക്കി വെച്ചാൽ അവൻ അഡ്വാൻസ് ആയിട്ട് പറയുക, ഞാനത് ചുമക്കുന്നവനാണ്. ഓ, നമ്മുടെ ഭാരം മുഴുവൻ ചുമന്നിരിക്കുന്ന പൊന്നു കർത്താവ്. നമ്മളൊരു പാട്ടിന്റെ വരിയില്ലേ, എൻ്റെ ഭാരം ചുമക്കുന്നവൻ. ഒന്ന് പാടിക്കുക വരിയെന്ന്. എൻ്റെ ഭാരം ചുമക്കുന്നവൻ. ചേർന്നൊന്ന് പാടിക്കേ. എന്നെ നന്നായി അറിയുന്നവൻ യേശു, എന്റെ ഭാരം ചുമക്കുന്നവൻ. പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളെ, ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്നെ അറിയുന്നവൻ. യേശു പറയുന്നു, ഞാനത് ചുമന്നിരിക്കുന്നു. സുഖമുള്ള കാലത്തും കണ്ണുനീർനേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർനേരത്തും യേശു മാത്രം എന്റെ ഭാരം ചുമക്കുന്നവൻ. എല്ലാ ഭാരവും യേശു, നിങ്ങളുടെ സകല ഭാരവും എന്നെ നന്നായി അറിയുന്നവൻ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർനേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർനേരത്തും യേശു മാത്രം മതി. പാടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സമയം മുമ്പോട്ട് പോകുന്നു. ജീവിതത്തിൽ ഇതുവരെയും മാനസികമായി ഭാരം അനുഭവിക്കുന്നവരോ, സ്വസ്ഥതയില്ലാത്തവരോ, ഞങ്ങളെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരകൻ യേശു കർത്താവാണ്. കർത്താവ് ക്ഷമിക്കാത്ത ഒരു പാപവുമില്ല. നിങ്ങളെത്ര കൊടും പാപിയാണെങ്കിലും വചനം പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഞാൻ അതിനെ എന്ത് ചെയ്യാം? സ്നേഹിത സഹോദര, ഓൺലൈനിൽ ഞങ്ങളെ വീക്ഷിക്കുന്നവരെ, ഇന്ന് ഈ ആരാധനയിൽ ആദ്യമായിട്ടൊന്ന് ഒറ്റുനോക്കാൻ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്നൊരു യേശുണ്ട്, നിങ്ങളുടെ പാപം ക്ഷമിക്കുന്നൊരു യേശുണ്ട്. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തന്നെത്താൻ അർപ്പിക്കപ്പെട്ട പൊന്നേശു കർത്താവുണ്ട്. അവൻ പാപം ക്ഷമിക്കുന്നവനും
സകല ബലഹീനതകളും അവൻ ചുമന്നിരിക്കുക. ഇനി നിങ്ങൾ ബലഹീനല്ല കേട്ടോ, ഞാനൊരു ബലഹീനാണെന്ന് പറഞ്ഞ് നടക്കല്ലേ. ബലം ഇല്ലാത്തവർക്ക് അവൻ ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവാണ്. ഈ ആരാധനയിൽ ആരെങ്കിലും മനസ്സ് കലങ്ങിയിരിക്കുന്നു, എനിക്ക് പ്രായമായി, എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല, എൻ്റെ ക്ഷീണിതനാണ് ഞാൻ, നിരന്തരം രോഗിയാണ് ഞാൻ, നാളെ എൻ്റെ കാര്യം എന്താകുമെന്ന ഭയം, വ്യാധി, ഭാരം, ആകുല ചിന്ത ആരെയെങ്കിലും അലട്ടുന്നെങ്കിൽ കർത്താവ് പറഞ്ഞ കേൾക്കണം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. വാർദ്ധക്യ സഹജമായ മാതാപിതാക്കളെ, വീട്ടിലിരുന്ന് എന്നെ കേൾക്കുന്നവരെ, കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട് കേട്ടോ, നിങ്ങളുടെ വാർദ്ധക്യവും നരയുള്ള കാലത്ത് ഞാൻ നിന്നെ എന്ത് ചെയ്യാം, ചുമക്കാം. എല്ലാവരും തള്ളുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ഒരു പൊന്നു കർത്താവ്, ആരും കൂടെ ഇല്ലാതെ വരുമ്പോൾ ചേർന്ന് നടക്കുന്ന ഒരു പൊന്നു കർത്താവ്, ഏകാന്തത നിനക്ക് അനുഭവിക്കുമ്പോൾ ഒറ്റയ്ക്ക് വിടാത്തൊരു പൊന്നു കർത്താവ്, കഷ്ടങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ നിന്റെ കഷ്ടതയിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ്, ആരിമനാഥൻ ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ, 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. മൂന്നാമത്തെ ബലഹീനത നിങ്ങളിൽ പലരും, ഈ ബലഹീനത വരുത്തി വെക്കുന്ന ബലഹീനതയാണ്. ഇതിന്റെ പുറകിലെ കാരണം വേറെ ആരുമല്ല, സഭയുടെ പാസ്റ്ററല്ല, അടുത്തിരിക്കുന്നവരല്ല, അപ്പനും അമ്മയല്ല, ഭർത്താവല്ല, മക്കളല്ല, ഇത് നാം വരുത്തുന്ന ബലഹീനതയാണ്. എന്താ ഈ ബലഹീനതയുടെ കാരണം എന്നറിയാമോ? അയോഗ്യമായ അപ്പം തിന്നുകയോ, കർത്താവിന്റെ വിശുദ്ധ മേശ ഇന്ന് പകൽ ഇവിടെ നടക്കുക. ഇതിനു മുൻപ് എന്തെങ്കിലും നിരപ്പില്ലാതെ, ശുദ്ധീകരണമില്ലാതെ, ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കാതെ, ദൈവസന്നിധി പ്രാഗൽഭ്യമില്ലാതെ ചിലർ വല്ലാത്ത ദുരഭിമാനികളാണ്. അയ്യോ, ഞാൻ വന്നൊരു തിരുമേശ എടുക്കാതെ പോയാൽ സഭക്കാരൊക്കെ എന്തോ വിചാരിക്കും, അതുകൊണ്ട് ചുമ്മാ കയറി അങ്ങ് എടുക്കുക. അയ്യോ സ്നേഹിതരെ, ഞാനല്ല, കർത്താവിൻ്റെ വചനം പറയുക, അറിയാതെ ബലഹീനനായിക്കൊണ്ടിരിക്കുക. അറിയാതെ നീ ബലഹീനായിക്കൊണ്ടിരിക്കുക. നീ പോലും അറിയാതെ നീ രോഗിയായി മാറിക്കൊണ്ടിരിക്കുക. നിന്നെ ബലഹീനപ്പെടുത്തിയ, നിന്റെ ബലത്തെ കെടുത്തിക്കളഞ്ഞ, നിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച, നിന്നെ രോഗിയാക്കി മാറ്റുന്നതിൻ്റെ പുറകിൽ ഒരു ഘടകം കൂടെയാണിത്, വിശുദ്ധ മേശയിലെ ശുദ്ധീകരണക്കുറവ്. അതുകൊണ്ട് വചനം പറയുന്നു, ആ വാക്യം, ആ പാരഗ്രാഫ് ഇന്നും മിക്കവാറും സൺഡേകളിൽ നമ്മളിവിടെ വായിക്കുന്നതാണ്. അതുകൊണ്ട് വചനം പറയുന്നു, ശുദ്ധീകരണത്തോടെ വേണം ഇതിലേക്ക് കൈനീട്ടാൻ. ഇതിലേക്ക് കൈനീട്ടുന്നവർ വിശുദ്ധമേശ എടുത്തിട്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല തോന്നല കേട്ടോ. ചിലത് വെളിപ്പെടാൻ വൈകുന്നേ ഉള്ളൂ, പക്ഷേ നീ പോലും അറിയാതെ നിന്നെ ബലഹീനനാക്കുക. ശിംശോനോട് ചോദ്യം, മുമ്പിലത്തെ പോലെ ശക്തി ഉണ്ടെന്ന് വിചാരിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അന്ന് രാവിലെ ആ സഹോദരന് പിടികിട്ടിയില്ല, അല്പം മുമ്പ് ആ സഹോദരന് പിടികിട്ടിയില്ല. അവൻ ഉണ്ടെന്നുള്ള ചിന്തയിൽ മുമ്പിലത്തെ പോലെ എന്ന് എഴുതി, താൻ മുൻപിലത്തെ പോലെ. അയ്യോ, ഇന്നലകളെ പോലെ ഇന്നും കുഴപ്പമില്ലെന്ന് ധരിച്ചാണ് ഈ 11:10 ഈ ഹോളിലിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വാണിംഗ്, ലാസ്റ്റ് സന്ദേശം, ഒരിക്കൽ കൂടെ മടങ്ങി വരാനൊരു ദൂത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ വിറയ്ക്കാൻ. ആരോടാ മത്സരിക്കുന്നത്? ആരോടാ ശഠിക്കുന്നത്? ആരോടാ ശാഠ്യപ്പെടുന്നത്? ആരോടാ ധിക്കരിക്കുന്നത്? ആരോടാ നീ കയർത്തു നിൽക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ വിറയ്ക്കുന്ന മനുഷ്യനെ കടാക്ഷിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ വിറയലോടെ അടുത്ത് ചെല്ലാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. ഞാൻ ആ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോകണം. 28-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, കൊരിന്ത്യർ ലേഖനം 11-ന്റെ 28-ാം വാക്യം 28-ഉം 29-ഉം കൂടെ, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തിന്നുകയും കുടിക്കുകയും ബലഹീനനാകുന്നതിന് മുൻപ്, പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടല്ല,
ആരെങ്കിലും ദൈവദാസന്മാർ വന്ന് പ്രവചിക്കുന്നുകൊണ്ടോ പ്രസംഗിക്കുന്നുകൊണ്ടോ അല്ല. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കണം. ദൈവത്തോടാണ് നമുക്ക് പ്രാഗൽഭ്യം വേണ്ടത്, ഒന്നാമത്. രണ്ട്, മനുഷ്യരോട് നമുക്ക് പ്രാഗൽഭ്യം വേണം. ദൈവത്തോടും മനുഷ്യരോടും പ്രാഗൽഭ്യമുള്ളവരായി കുറ്റമറ്റ മനസാക്ഷിയോടെ വിശുദ്ധ മേശയുടെ മുൻപിൽ അടുത്തു വരട്ടെ. ഞാൻ വേഗം ഈ സന്ദേശം ക്ലോസ് ചെയ്യാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. 4-മതൊരു ബലഹീനത. ആ ബലഹീനത വേറൊന്നുമല്ല, എന്റെ കൃപ നിനക്ക് മതി. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനനാ നീ ബലഹീനനാണെന്ന് ഞാൻ കാണുന്നു. പലപ്പോഴും നീ പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പ ഇതിനൊരു മാറ്റമുണ്ടോ? ദൈവമേ, ഇതിനൊരു വിടുതലുണ്ടോ? ഇതിൽ നിന്നൊരു സൗഖ്യമുണ്ടോ? ഈ നിലപാടുകൾക്കൊരു മാറ്റമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റെപ്പ് വെക്കാൻ പറ്റുമോ? കർത്താവ് ശാന്തമായി സ്വാന്തനമായി അരികിൽ ഇറങ്ങി വന്നിന്ന് ചേർത്ത് പിടിച്ച് ഒരു ദൂത് പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞെ, ഇത് ഞാൻ അനുവദിച്ചതാ കേട്ടോ. ചിലതൊക്കെ കർത്താവ് അനുവദിച്ചേക്കുന്നതാ. അതിന് സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം. ആരും നിന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, സ്തോത്രം ചെയ്യണം. ഒരു വേദചിന്തകൻ എഴുതിയിരിക്കുന്നത്, പൗലോസ് നിഴല് തട്ടി രോഗി സൗഖ്യമാകുക, തൻ്റെ റൂമാലും ഉത്തിരിയും ഒക്കെ തൊട്ടവർ സൗഖ്യമാകുക. ഈ വലിയ മനുഷ്യൻ നടക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ചിന്തകൻ എഴുതാതെ ശരിയോന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്മെല്ല് ആൾക്കാർക്ക് അടുത്ത് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. മനുഷ്യന് മുമ്പിൽ തുറന്നു പറയാൻ കഴിയാതെ മൂടി വെച്ചൊരു വല്ലാത്ത ഇറിറ്റേറ്റഡായ രോഗത്തിൻ്റെ അടിമയായിരുന്നു ആ വലിയ മനുഷ്യൻ. ഈ വലിയ വെളിപ്പാടുകളുടെ ഉടമ, എത്രയോ കൃപാവരങ്ങളാൽ നിറയപ്പെട്ടയാൾ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. ഈ വലിയ മനുഷ്യൻ ഞരങ്ങി കരഞ്ഞ് നെടുമ്പാട് വീണ് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പൗലോസ് ഒടുവിൽ പറയുന്നൊരു പദമുണ്ട്, ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. സാധാരണ പ്രാർത്ഥനയിൽ നിന്നും മാറ്റിപ്പിടിച്ചൊരു പ്രാർത്ഥനയായതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ മുതൽ, അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നാൾ ഒരു ചിന്തകൻ എഴുതിയത്, തൻ്റെ മിനിസ്ട്രി പോലും താൻ സ്റ്റോപ്പ് ചെയ്തെന്നാ. അന്നേരമാണ് ദൈവാത്മാവ് ആവർത്തിച്ച് ചിലത് ഇടപെടാൻ തുടങ്ങിയപ്പോൾ താൻ എന്നാൽ ഇതിനൊരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ച് ഒരു പർട്ടിക്കുലർ ഡേ കുറെ ദിവസം മാറ്റിവെച്ച് അതിനുവേണ്ടി ചില ദിവസം വേറിട്ടിരുന്നു. അന്നേരം കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പ്ലീസ് പൗലോസ്, അത് മാറാനുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് എൻ്റെ ശക്തി നിന്റെ മേൽ, നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്ന ഒരു പുതിയ അളവിലേക്ക് ഞാൻ നയിക്കാൻ പോകുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരുവൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ ബലഹീനതയിൽ നിനക്ക് ബലം തരാൻ കഴിയുന്നവൻ, നിന്റെ ക്ഷീണിച്ച മനസ്സിന് ബലം തരാൻ കഴിയുന്നവൻ. ഹഡാര ഹദര ഹഡഗ റഗന. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെട്ടെ. എന്തുകൊണ്ടാ എന്റെ വീട്ടിൽ ഇത് വന്നത്? എന്താ എന്റെ കുഞ്ഞിനിങ്ങനെ വന്നത്? എന്താ എന്റെ ജീവിതം ഇങ്ങനെ ആയത്? ഓ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ, ചില ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ, ചില വിഷയങ്ങളിൽ വല്ലാതെ കുഴയുന്ന ചിലരെ ദൈവാത്മാവ് ഇറങ്ങി വന്ന് തൊടുകയാ. അത്തരഘട്ട ഞാൻ നിങ്ങളുടെ തലയിൽ കൈവെക്കുന്നതിനേക്കാൾ, ഞാൻ നിങ്ങളുടെ തോളത്ത് കൈവെക്കുന്നതിനേക്കാൾ, ആമേൻ, ആരോ വന്ന് നിങ്ങളെ തൊടുന്നതിനേക്കാൾ ആത്മാവ് നിങ്ങളെ ഇന്ന് പകൽ തൊടുകയാ. അക്ഷാരാജാന ഹദന. യേശു നിങ്ങളുടെ അരികിലുണ്ട്, യേശു കർത്താവ് നിങ്ങളുടെ സമീപേ ഉണ്ട്. അവന്റെ വചനം നിങ്ങളെ തൊടുക. ആ കരങ്ങൾ തട്ടി ശക്തിയോടെ, സ്ഥലം മറന്ന്, ആരെയും നോക്കണ്ട, ആത്മാവിലൊന്ന് ആരാധിച്ച്, ആരും എന്തും പറയട്ടെ, ആരും എന്തും ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽ ഹോ റൈച്ചസ്കിയ. എന്താ നീണ്ടുപോകുന്നത്? എന്താ മറുപടി ഇല്ലാത്തത്? എന്താ പരിഹാരമില്ലാത്തത്? എന്താ നീക്കുപോക്കില്ലാത്തത്? അക്ഷരാതല. കർത്താവിന് ചിലത് പറയാനുണ്ട് കേട്ടോ, കർത്താവിന് ചിലത് ഇടപെടാനുണ്ട് കേട്ടോ. പ്ലീസ് വെയിറ്റ് ചെയ്യുക, നീ കാത്തിരിക്ക്. നിന്നോട് ദൈവം ഇടപെടുക, ഭാരപ്പെടണ്ട. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും
അവന്റെ മേലിട്ട് കൊള്ളുവീൻ. അടുത്തിരിക്കുന്ന ആൾക്കൊരു ബലം പകരാമോ? ആളിനെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞേ, പ്ലീസ് ബ്രദർ, അങ്കിൾ, സഹോദര, കർത്താവ് കൂടുണ്ടെന്ന് പറ. ഈ ബലഹീനത കർത്താവ് കൂടുണ്ടെന്ന് പറ. അവന്റെ സാന്നിധ്യം കൂടുണ്ടെന്ന് പറ. നിരാശപ്പെട്ടു പോകല്ലേ, വഴിയുണ്ടെന്ന് പറ. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോവുകയാണെന്ന് പറ. ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണെന്ന് പറ. ഇതുവരെയും കാണാത്ത, ഇതുവരെയും തുറക്കാത്ത, ഓ അസാധാരണമായ ഒരു ദൈവശക്തി ഇന്ന് ഈ ഹോളിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ചില ശരീരങ്ങളെ ഇന്ന് പകൽ ദൈവാത്മാവ് തൊടുക. ചില കുടുംബങ്ങളെ ഇന്ന് പകൽ ദൈവാത്മാവ് തൊടുക. ചില വ്യക്തികളെ ഇന്ന് പകൽ ദൈവാത്മാവ് തൊടുക. അർദ്ധരഘട്ടകര ചല അടൽക്കര ദുരാജല ക്ഷസ്യ. ഹല്ലേലൂയ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. യെശയ്യാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, പറ എൻ്റെ ജനത്തോട്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും നീ എടറി 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 വീണ് 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 ഇങ്ങനെ അവസാനിക്കുന്നാണോ നീ വിചാരിക്കുന്നേ? ഇങ്ങനെ അങ്ങ് തീരുമെന്നാണോ നീ വിചാരിക്കുന്നേ? അല്ല, അല്ല. നിന്റെ മേലൊരു അത്യന്ത ശക്തിയുടെ പ്രവാഹം, ഒരു വിടുതലിന്റെ നാഴികയുമായി നീ അടുത്തോണ്ടിരിക്കുക. നിന്റെ വിഷയത്തിന്റെ മറുപടി, നിന്റെ വിഷയത്തിന്റെ മറുപടി, നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞിന്റെ മറുപടി, നിന്റെ ശരീരത്തിന്റെ മറുപടി, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി. Almighty, നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? ഇല്ല, ദൈവമക്കളെ കൈവിടില്ല, കൈവിടില്ല, കൈവിടില്ല. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുന്നു. അവന്റെ വാഗ്ദത്ത വചനങ്ങളിൽ മുറുകെ പിടിച്ച് ആത്മാവിൽ ശക്തിപ്പെട്ട് മുന്നേറാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഗിദെയോനോട് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽ ഇവിടെ ആരോടൊക്കെയോ പറയുന്നു, ഈ ബലത്തോടെ പോക. ഈ ബലത്തോടെ ഒരു പുതിയ ബലം പരിശുദ്ധാത്മാവ് ചിലർക്ക് തരിക. ആമേൻ. കരഞ്ഞെഴുന്നേറ്റ് പോകല്ലേ, കലങ്ങിയ കണ്ണുമായി ഇവിടുന്ന് പോകല്ലേ. ആനന്ദത്തിന്റെ കണ്ണുനീരുമായിട്ട് ഇവിടുന്ന് മടങ്ങട്ടെ. സന്തോഷിച്ച ഹൃദയവുമായിട്ട് ഇവിടുന്ന് മടങ്ങട്ടെ. ഒരു വിടുതലിനെ കണ്ടോണ്ട് ഇവിടുന്ന് മടങ്ങട്ടെ. ഈ ആഴ്ച ഒരു ദൈവപ്രവൃത്തിയുടെ ആഴ്ചയാണെന്ന് വാഗൊണ്ട് പറഞ്ഞാട്ടെ. ഈ മാസം എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാട്ടെ. ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ചില മറുപടി എന്റെ കണ്ണുകൊണ്ട് കാണാം. ദൈവം വലിയവനാണ്, ദൈവം വലിയവനാണ്. അവന്റെ വാഗ്ദത്തം മുറുകെ പിടിക്കാം, അവന്റെ വചനത്തിൽ ശരണപ്പെടാം, ആത്മാവിൽ സജ്ജരാകാം.